നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിധിഫലം കാത്ത് കേരളം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. കണ്ണും നട്ട് കേരളം. കേരളം എങ്ങോട്ടെന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ നെഞ്ചിടിപ്പിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടെണ്ണൽ നടക്കുന്നത് 80 കേന്ദ്രങ്ങളിൽ. കേരളത്തിനൊപ്പം തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം ഫലങ്ങളും നാളെ അറിയാം. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകൾ. വോട്ടെണ്ണൽ ജില്ലാ കളക്ടർമാരുടെയും പ്രത്യേക നിരീക്ഷകരുടെയും മേൽനോട്ടത്തിൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനം ഉറപ്പാക്കാൻ കേന്ദ്രങ്ങളിൽ ECL എഞ്ചിനീയർമാരും. ഓരോ റൗണ്ടിലെയും ലീഡ് നില ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിലും PRD ലൈവ് എന്ന മൊബൈൽ ആപ്പ് വഴിയും തത്സമയം അറിയാം. അന്തിമ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് കാൽ നൂറ്റാണ്ടിലെ മികച്ച പോളിംഗ്. 77.35%. 86.3% പേർ വോട്ട് ചെയ്ത ചേർത്തല നിയോജക മണ്ഡലം ഏറ്റവും മുന്നിൽ. 38 മണ്ഡലങ്ങളിൽ പോളിംഗ് 80% കടന്നെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആശങ്കയും ആഹ്ലാദവും. ഭരണവിരുദ്ധ വികാരം ജനവിധിയിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്കയിൽ UDF. ഘടകകക്ഷികൾ പോലും അമിത വിശ്വാസം പ്രകടിപ്പിക്കാത്ത തിരഞ്ഞെടുപ്പിൽ നെഞ്ചിടിപ്പ് കൂടുമ്പോഴും എക്സിറ്റ് ഫലങ്ങളിൽ കാര്യമില്ലെന്ന് വാദം. വിവിധ ജില്ലകളിൽ മുന്നണി നടത്തിയ കണക്കെടുപ്പിൽ 72 മുതൽ 78 വരെ സീറ്റ് കിട്ടുമെന്ന് പ്രവചനം. അതിനിടെ കഴിഞ്ഞ തവണ പാർട്ടി നേടിയ ചരിത്ര വിജയം ആവർത്തിക്കാനിടയില്ലെന്ന മുൻകൂർ ജാമ്യവുമായി മുസ്ലിം ലീഗും. മുറുകെ പിടിച്ച് മുന്നണികൾ. എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളിയും വിജയപ്രതീക്ഷ പങ്കുവച്ചും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടാകും, എന്നാൽ ഭൂരിപക്ഷം എത്രയെന്ന് ഇപ്പോൾ പറയാനാകില്ല. പാർട്ടി ഇപ്പോഴും ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോഴുള്ള അതേ ആത്മവിശ്വാസത്തിൽ. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡെന്നും ഉമ്മൻചാണ്ടി. നാളെ നടക്കുന്നത് എക്സിറ്റ് പോളിംഗിന്റെ കൗണ്ടിംഗ് അല്ല. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും മുഖ്യമന്ത്രി. ഭരണ തുടർച്ചയിൽ ആത്മവിശ്വാസമില്ലെന്ന CN ബാലകൃഷ്ണന്റെ അഭിപ്രായം വ്യക്തിപരം മാത്രമെന്നും ഉമ്മൻചാണ്ടി. കേരളത്തിലേത് അഴിമതിക്കെതിരായ ജനവിധിയായിരിക്കുമെന്ന് VS. LDF 90 മുതൽ 95 വരെ സീറ്റുകൾ നേടും. മുഖ്യമന്ത്രിയുടെയും സുധീരന്റെയും അഭിപ്രായം വിഡ്ഢിത്തമെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്ന് കോടിയേരി. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. കണ്ണൂരിൽ കരുനീക്കം. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ ശേഷിക്കെ കള്ളവോട്ടിൽ കുടുങ്ങി LDF. പിണറായി വിജയന്റെ മണ്ഡലമായ കണ്ണൂർ ധർമ്മടത്ത് കള്ളവോട്ട് നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്യാമറയിലൂടെ പുറത്തു വന്നത് 21 പേർ കള്ളവോട്ട് ചെയ്തതായുള്ള ദൃശ്യങ്ങൾ. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM. പിണറായി വിജയന്റെ മാറ്റുകുറിക്കാനുള്ള ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പ്രതികരണം. സംഭവത്തിൽ CPM-നെതിരെ UDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ധർമ്മടത്ത് കള്ളവോട്ട് ചെയ്തവരെ ശിക്ഷിക്കണമെന്ന് സുധീരൻ. സംഭവം CPM പതിവ് ശൈലിയിൽ നിന്ന് മാറിയിട്ടില്ല എന്നതിന് തെളിവ്. പ്രമുഖ നേതാക്കളുടെ അറിവോടെ അല്ലാതെ ഇത്തരം പ്രവർത്തികൾ നടക്കില്ലെന്നും KPCC അധ്യക്ഷൻ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2790 രൂപ, പവൻ 22,320 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.